പാത്രം ഒന്ന് എടുത്ത് നോക്കട്ടെ. അപ്പം എല്ലാം ഒന്ന് റെഡിയായി നിൽക്കുക. ഞാൻ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാൻ മറന്നുപോയി. പരപ്പ് കൂടി നമ്മളങ്ങ് ഒഴിച്ചു കൊടുക്കും. ഹായ്, നമസ്കാരം. ഇപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ നമുക്ക് പുറത്തോട്ടൊന്നും ഇറങ്ങാൻ വയ്യാത്ത അവസ്ഥയിൽ ഇരിക്കുക. ഞാനൊരു സമയം ഒരു 4:30 ആയപ്പോൾ ഉണർന്നതാണ്. 4:30 ബാത്റൂമിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് കട്ടിലേന്ന് താഴോട്ട് കാലെടുത്ത് വെച്ചപ്പോഴത് വെള്ളത്തിലടിക്കുന്നു. ഏകദേശം എൻ്റെ മുട്ടിനടുക്ക വരെ വെള്ളം കയറിയിട്ടുണ്ട്. അകത്ത് അലമാരയൊക്കെ നനഞ്ഞെന്ന് തോന്നിട്ട് ഇന്നത്തേലും വെള്ളം ഒരുപാട് കൂടുതലാണ്. അപ്പം എന്തേനിപ്പം നമ്മൾ ചെയ്യുന്നത്? ചന്ദ്രൻ്റെ ഒരു പ്രതിഭാസം ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്കിങ്ങനെ ഭയങ്കരമായ വേലിയേറ്റത്തെ നമ്മൾ പുറകെ മുട്ടും. നമ്മളെ മാത്രമൊന്നല്ല, ഇടയ്ക്കൊക്കെ ഉള്ള ആൾക്കാരെ കൊണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലെ മുറ്റത്തിന് ഞങ്ങൾ അവരോട് മണ്ണടിച്ചിട്ടുണ്ടെങ്കിൽ ആ മണ്ണ് എവിടെയാണെന്ന് പോലും ഞങ്ങൾക്ക് കാണാൻ വയ്യ. ഇപ്പം ആ മണ്ണിനേക്കായും പൊക്കത്തിലാണ് വെള്ളം കയറി കിടക്കുന്നത്. ഇനി എവിടെ ഇട്ട് മണ്ണടിക്കാൻ, എന്ത് ചെയ്യാൻ, എന്ത് ചെയ്താലും ഇതൊക്കെ തന്നെ. അല്ലെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടേലും മാറിപ്പോകണം. ഇപ്പം അത് അവരിങ്ങോട്ടങ്ങനെ വരുവാന്നുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ മാറിപ്പോകുന്നുള്ളൂ. ഇല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ ഇവിടെ തന്നെ നിൽക്കും. കാരണം ഇപ്പോൾ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ഒന്ന് ഇറങ്ങും, പിന്നെ ബാക്കി തെപ്പിക്കളയണം. അപ്പോൾ രാവിലെ ചേട്ടൻ കക്കായിക്ക് പോകണം. അങ്ങനെ ചേട്ടൻ കക്കായിക്ക് പോയി. കാപ്പിയൊന്നും ഉണ്ടാക്കില്ല. കാപ്പി ഉണ്ടാക്കാൻ എനിക്ക് ഈ തണുപ്പിനെ ഇറങ്ങി നിൽക്കാൻ വയ്യ. ചേട്ടൻ പുറത്തുനിന്ന് മേടിച്ചിട്ട് പോയി. അതൊക്കെയാണ്. നമുക്ക് മാത്രമല്ല, നമ്മുടെ അപ്പുറത്തെ വീട്ടിലും ഒക്കെ. അപ്പം ഞാൻ വെള്ളമൊക്കെ അപ്പം നമ്മളാണെങ്കിലുണ്ടല്ലോ ഇവിടെ സിറ്റൗട്ടിലോട്ടും പെരയ്ക്കകത്തോട്ടുമൊക്കെ വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു വെച്ച ഒരു പണിയായിരിക്കും. അന്ന് അപ്പുറത്തെ കുഞ്ഞിനെയും വന്ന് ചെയ്തതാണ്. വെള്ളം കയറാതെ ഒരു കട്ടയുടെ പുറത്ത്, ഈ കട്ടയുടെ പുറത്തുകൂടെ സംഭവം വെള്ളം കയറി. ഇപ്പോൾ വെള്ളം ഇറക്കമായത് ഭയങ്കര വെള്ളമായിരുന്നു. അങ്ങ് ഏറ്റവും മിരക്ക വെള്ളം കയറി കിടന്നത്. അത് കുപ്പിയൊക്കെ എങ്ങൊന്നും ഒഴുകി തോട്ടിൽ നിന്നൊക്കെ കയറി വന്നതാണ്. ഇപ്പം നല്ല ഇറക്കമായി കേട്ടോ. നല്ല ഇറക്കമാണ്, നല്ല വലിവുണ്ട് വെള്ളത്തിന്. ഇറങ്ങുമ്പോൾ വലിഞ്ഞങ്ങ് ഇറങ്ങും. ഈ ഫ്രണ്ടിൽ നിന്നൊക്കെ ഇപ്പം ഈ മണ്ണിട്ട ഭാഗത്തു നിന്നൊക്കെ വലിഞ്ഞങ്ങ് ഇറങ്ങും. ഞങ്ങളിവിടെ എല്ലാം മണ്ണിട്ടത് കൊണ്ട് കുറേ അപ്പോൾ ഇനി ബാക്കി പണികളൊക്കെ ചെയ്യട്ടെ. ഇനി ഞാൻ ചായ ഇട്ട് കുടിക്കണം. പാല് കുറച്ചുണ്ട്, മീനിരിപ്പുണ്ട്. പിന്നെ ചായ ഇട്ട് കുടിക്കാം. വെള്ളം കിടക്കുക പോകത്തില്ല. വെള്ളം റൂമിൽ അവിടുന്ന് ഹാളിൽ നിന്നൊക്കെ ഉള്ള വെള്ളം കുറേശ്ശെ ഇറങ്ങാൻ തുടങ്ങി. മൊത്തം ഇറങ്ങി കഴിയാതെ തെപ്പിയോട്ട് ഫലമില്ല. തെപ്പാനൊന്നും ഇല്ല. കാരണം ഇങ്ങനെ എത്ര അവിടെ നിന്ന് തെപ്പിക്കളയാനാണ്. അപ്പോൾ സീറ്റോട്ടിലൊക്കെ വെള്ളം കയറി കിടന്ന് അതൊക്കെ ഞാൻ തെപ്പിക്കളഞ്ഞ് ഫ്രണ്ടിൽ നിന്നുള്ള വെള്ളമൊക്കെ കുറേ ഇറങ്ങി. ഫ്രണ്ടിൽ ആ മണ്ണിൻ്റെ പുറത്തെല്ലാം വെള്ളം കയറിയായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും മീനൊക്കെ ഒന്ന് കണ്ടിച്ചെടുക്കട്ടെ. ഇത് മത്തിയുണ്ട്, ചാളയുണ്ട്. അപ്പോൾ ഇത് ഇച്ചിരി മാങ്ങ ഇട്ടൊന്ന് പറ്റിക്കാവുന്നതായിരുന്നു. അപ്പോൾ ഇനി അകത്ത് വെച്ച് എല്ലാം മീൻ കണ്ടിക്കാം. എന്താണെന്നറിയാമോ, അകത്ത് നിന്നാലും വെള്ളം, പുറത്ത് പോയാലും വെള്ളം. അപ്പം പിന്നെ അകത്ത് രണ്ടും സെയിം അല്ലേ. ഇനി കഴുകിയിട്ട് ഇതിൻ്റെ അഴുക്കെല്ലാം കൊണ്ടൊന്ന് പുറത്ത് കളയാം. അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് വെട്ടിയെടുക്കാം. മുറ്റത്ത് പോയാൽ തുണി അലക്കിയിട്ടേക്കുന്നു. അപ്പോൾ അതിലെല്ലാം കാക്ക വന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് വെട്ടിയെടുത്ത് പുറത്തുകൊണ്ടേക്ക് തേച്ച് കഴിഞ്ഞെടുക്കാം. അതാണ് കാര്യം. മടല് പോലെ ഇരിക്കുന്നു കേട്ടോ. ഈ നല്ല ചാളയാണെന്ന് തോന്നുന്നു. കുറേ ദിവസമായി ചാളയൊക്കെ കൂട്ടിയിട്ട്. ഞങ്ങളവിടെ വെച്ച് കോഴിക്കോട് വെച്ച് 2 പ്രാവശ്യം കൊണ്ട് പിടിച്ചാള മേടിച്ചായിരുന്നു. പക്ഷേ നല്ല മീനായിരുന്നു, നല്ല ടേസ്റ്റൊക്കെ ഉള്ളതായിരുന്നു. അപ്പോൾ ഞാനിന്ന് ഒരു സ്പെഷ്യൽ അവിയൽ വെക്കാൻ പോവാം. സ്പെഷ്യൽ അവിയലെന്ന് പറഞ്ഞാൽ ഞാനിന്ന് നമ്മുടെ പച്ചക്കായും മുരിങ്ങയ്ക്കായും വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ കക്ക ഉണ്ടല്ലോ,
കക്ക ഇട്ട് കക്ക അവിയൽ വെക്കാൻ പോവുക. അപ്പം ഇനി ഞാൻ ഈ മുരിങ്ങയ്ക്കയുടെ നമ്മുടെ പച്ചക്കായുടെയും കൂടെ ഇഞ്ചിയും പച്ചമുളക് കൂടി ഒന്ന് അരിഞ്ഞിടണം. അപ്പോൾ ഞാനൊന്ന് അരിഞ്ഞെടുക്കട്ടെ. നമ്മുടെ കക്ക അതാണ്ട് ഇവിടെ ഞാൻ പറക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, അതിൻ്റെ കൂടെ ഒരു തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു കീറ് തക്കാളി ഇടാം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കക്ക ഒന്ന് പുഴുങ്ങിയതായതുകൊണ്ട് ഞാനിനി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് കൂടി ഒന്ന് അരിഞ്ഞെടുക്കും. ഇനി നമുക്ക് തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ കക്ക പറക്കിയതിട്ട് കൊടുക്കാം. അപ്പോൾ അതിവിടെ ഒന്ന് വെന്ത് വരട്ട് നല്ലപോലെ ഒന്ന് അടച്ച് വെക്കാം. അപ്പം ഞാൻ അവിയലിന് അരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് തേങ്ങയൊക്കെ തിരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ അരയ്ക്കാനായിട്ട് ജാറൊക്കെ എടുത്ത് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ പുറത്തൊരു വണ്ടി വന്നിരുന്നു. പക്ഷേ അത് ആരാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഈ കക്ക മേടിക്കാനുള്ള ആളായിരിക്കുമല്ലോ എന്ന് എഴുതി, അതല്ലെങ്കിൽ ആരാണെന്ന് എന്താണെന്ന് അറിയണമല്ലോ. അപ്പം ഞാൻ അങ്ങനെ പുറത്തേക്ക് പോകുമായിരുന്നു. പുറത്തേക്ക് ചെന്നപ്പം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളാണ് അവിടെ വന്നത്. നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലിയിലെ ഒരാൾ കക്ക മേടിക്കാൻ ഓയൂരോ ഞാൻ പെട്ടെന്ന് തന്നെ മറന്നു, പെട്ടെന്ന് കേട്ടത് ഓയൂരാണെന്ന് തോന്നുന്നു വന്ന്. അപ്പോൾ അവർ കക്ക മേടിക്കാൻ അവിടുന്നേ വന്നതാണ്. അപ്പോൾ എന്തായാലും ആ സമയത്ത് തന്നെ ചേട്ടൻ കക്ക ഉള്ളത് കുറച്ച് കക്കായേ ഉള്ളായിരുന്നു, 400 രൂപയുടെ കക്കായ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കക്കായൊക്കെ സീസണൊക്കെ കഴിഞ്ഞു പോയി. അപ്പോൾ ഇനി കക്ക ഇനി ഉണ്ടായി വരികയും വേണം. പിന്നെ കുറച്ചൊക്കെ നുള്ളിപ്പറക്കി എടുക്കാനുള്ളത് കക്കായൊക്കെ ഉള്ളൂ. അപ്പോൾ അതാ കാര്യം. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അവർക്ക് കൊടുക്കാനുണ്ടായിരുന്നു. വന്നത് അത്രയും ദൂരമൊക്കെ താണ്ടി വന്നപ്പോൾ കക്ക കൊടുക്കാൻ വന്നു. അതാണ് ഞാൻ താമസിച്ചത്. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും തേങ്ങയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ലേശം പച്ചമുളക് കുറവായതുകൊണ്ട് ഞാൻ ലേശം മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ചെറിയുള്ളി കൂടി ഇട്ട് കൊടുക്കാം ഇനി. അപ്പോൾ ഞാൻ 2 ചെറിയുള്ളി കൂടി ഇട്ട് ഒന്ന് അരച്ചെടുക്കട്ടെ. ഇതിനുള്ള സാധനം ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ചിട്ടുണ്ട്. ലേശം വെള്ളവും കൂടിയുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ അവിയലിൻ്റെ പാത്രം ഒന്ന് എടുത്ത് നോക്കട്ടെ. അപ്പോൾ എല്ലാം ഒന്ന് റെഡിയായി നിൽക്കുക. ഞാൻ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാൻ മറന്നുപോയി. അരപ്പ് കൂടി നമ്മളങ്ങ് ഒഴിച്ച് കൊടുക്കാം. തേങ്ങ കുറച്ചൊക്കെ ഉള്ളൂ കേട്ടോ. കാരണം ഞാനിപ്പോൾ എടുത്തേക്കുന്നത് എന്താണെന്നറിയാമോ, 2 മുരിങ്ങയ്ക്ക, 2 കായ, പച്ചക്ക. നമ്മുടെ ഏത്തക്ക ആയിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഒന്നിട്ട് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ഇട്ട് കൊടുക്കട്ട്. കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വെള്ളം പറ്റിച്ചെടുക്കണം. അപ്പോൾ ഇനി അത് അടച്ചു വെക്കാം. അപ്പോൾ ഇനി അവിയൽ വെന്തോന്ന് നോക്കണം. അപ്പോൾ അവിയലിന് എൻ്റെ വെള്ളമൊക്കെ പറ്റി നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പച്ചക്കായ ആയതുകൊണ്ട് കുറേ നേരം 1/2 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ടണം, അതിനെ കറ പോകാൻ. എങ്കിലേ നമ്മൾ അവിയലിനൊക്കെ ഒരു നല്ലൊരു കളർ കിട്ടും. ഇപ്പോൾ ഒരു പച്ച കളറൊന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് കടുക് താളിച്ച് ഒഴിക്കണം. ഇപ്പം തന്നെ നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ മത്തി പറ്റുന്നുണ്ട്, അത് പറ്റിയെടുക്കട്ട്. 2നും കൂടി ഇച്ചിരി കടുക് താളിച്ച് ഒഴിക്കണം. ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ കറി. മത്തി പറ്റിച്ചതും നമ്മുടെ കക്ക അവിയലും. അപ്പോൾ ഇനി ഒന്ന് അടച്ച് വെക്കട്ട്. ഇതിന് 2നും കൂടി താളിച്ച് വെക്കാം. അപ്പം ഞാൻ വീണ്ടും പോയി ഇനി റൂമൊന്ന് തുടക്കട്ട്. കറി മത്തി പറ്റുന്നിടം വരെ നമുക്ക് റൂമൊക്കെ ഒന്ന് തുടച്ചെടുക്കാം. നമ്മുടെ അവിയലിനിട്ട് കുറച്ച് കടുക് താളിച്ചൊഴിക്കാം. കറിവേപ്പിലയില്ല, ഉണക്കമുളകും തീർന്നു. ഉണക്കമുളകിന് സാധനം എല്ലാം ഞാൻ വാങ്ങാൻ പോകണം. ഞാൻ കോഴിക്കോടായിരുന്നുകൊണ്ട് സാധനങ്ങളൊക്കെ ഏറെക്കുറെ വാങ്ങിച്ചത്. പിന്നെ വന്ന അന്ന് വരെ ഓരോ യാത്രയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് കടയിലൊന്നും പോകാൻ പറ്റില്ല. ഇനിയിപ്പം നാളെ കടയിലൊക്കെ പോകണം. അതൊക്കെയാണ് കാര്യം. കടുക് എനിക്ക് തടത്തുണിയെല്ലാം ഞാൻ കഴുകിയിട്ടേക്കും. അപ്പം തുണിയെല്ലാം രാവിലെ ഞാനങ്ങ് തുണി അലക്കി. അപ്പോൾ ഇനി അത് ഉണങ്ങാനെടുക്കാൻ പോയില്ല. അപ്പോൾ ഇനി പേപ്പർ വെച്ചങ്ങ് പിടിക്കാം. ഇതൊന്ന്
നോക്കാം. അതൊക്കെ ചെറുതായിട്ട് നല്ലപോലെ ഒന്ന് മൂത്തിട്ടുണ്ട്. ആ ഉള്ളിയൊക്കെ മൂത്തതിൻ്റെ ഒരു നല്ലൊരു മണം. കറിവേപ്പിലയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. പിന്നെ കാച്ചി അവിയലിന് ഒഴിച്ചു. രണ്ടിനും കുറേശ്ശെ ഒഴിച്ചു അടച്ചു വെക്കട്ടെ. ഇനി അടച്ചു വെച്ചിട്ട് കഴിക്കാൻ എടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മത്തി ഉണ്ട് പറ്റിയത്. ഞാൻ നല്ലതുപോലെ പറ്റിച്ചു, അല്ലാതെ കറിയായിട്ട് എടുത്താൽ കൊള്ളത്തില്ല. അപ്പോൾ അതുകൊണ്ട് പറ്റിച്ചെന്നെടുക്കുക. കഴിഞ്ഞില്ല, എൻ്റെ ഇന്നത്തെ പണി കഴിഞ്ഞില്ല. ഇനി തുടയ്ക്കണം. നല്ലതുപോലെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി ഇട്ടിട്ടുണ്ട്. അഴുക്കൊക്കെ കളഞ്ഞ് ഇനി തുടച്ചിടാം. ചേട്ടൻ വന്നിട്ടുണ്ട്. ഇപ്പോഴും പണികളെല്ലാം കഴിഞ്ഞു, പെരയൊക്കെ തുടച്ചു. ഇനി അടുത്ത വെള്ളം ഒരു 4-4:30 ആകുമ്പോൾ കയറും കേട്ടോ. ഇപ്പോൾ 2 നേരമാണ് വെള്ളം കയറുന്നത്. വൈകിട്ട് ഒരു 4 മണിയാകുമ്പോൾ കയറാൻ തുടങ്ങും. ഒരു 4:30 ആകുമ്പോൾ കയറാൻ തുടങ്ങും. എന്നിട്ട് രാവിലത്തെ കഴുകി വൃത്തിയാക്കി വരുമ്പോഴത്തേക്ക് അടുത്ത 4 മണിക്കുള്ള വെള്ളം വരും. ഇപ്പോൾ 2 നേരമാണ് വെള്ളം വരുന്നത്. അപ്പോൾ ഇനി ഇപ്പോൾ എല്ലാം തുടച്ച് വരി. ഇനി വേറെ പണികളൊന്നുമില്ല. ഇനി ചോറ് കഴിക്കണം. അപ്പോൾ ഞാൻ ചോറ് കഴിക്കാൻ പോവാം. ചേട്ടനുണ്ട്, ചേട്ടൻ കുളിക്കാൻ പോയി. എനിക്ക് നന്നായിട്ട് വിശക്കുന്നു. ചേട്ടനും കൂടെയുള്ള ചോറൊക്കെ ഇട്ടുകൊണ്ട് വെച്ചിട്ട് ചേട്ടൻ വരുമ്പോഴത്തേക്ക് ഞാൻ കഴിക്കട്ടെ. ഇനി നല്ല വിശപ്പുണ്ട്. അപ്പം ഞാൻ ചോറ് കഴിക്കട്ടെ. നല്ല കുത്തരി ചോറ്. ചോറ് കുറച്ച് മതി. പിന്നെ നമ്മുടെ അവിയൽ, കക്ക അവിയൽ. ഇനി മത്തി പറ്റിച്ചതെടുക്കട്ടെ. പിന്നെ ഇനി ഒരു കറിയുണ്ട്. പിന്നെ ഇന്നലത്തെ ചൂര പറ്റിച്ചതുണ്ട്. ഒരു പുളി എടുക്കട്ടെ. ഇത്രയും കറിയണം. പിന്നെ ഞാനതൊന്ന് കഴിക്കട്ടെ. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് ചോറ് കഴിക്കാം. സ്ലാവിൻ്റെ പുറത്തോട്ടൊക്കെ ഇരുന്നു. കാരണം അപ്പുറം വാർത്തയും കാണുന്നു ആള്. ഇപ്പോഴേ ചോറ് വേണ്ട, വിശപ്പില്ല. കാരണം 11 മണിയായപ്പോഴാണ് കാപ്പി കുടിച്ചത്. അപ്പോൾ അതുകൊണ്ട് വിശപ്പില്ല, കുറച്ച് കഴിഞ്ഞ് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് നന്നായിട്ട് വിശപ്പുണ്ട്. കാരണം ഞാൻ രാവിലെ ഒരു 8 മണിയായപ്പോൾ കാപ്പി കുടിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല വിശപ്പുണ്ട്. ഞാൻ ചോറ് കഴിക്കാൻ പോകും. ചേട്ടൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കട്ടെ. അപ്പം ഞാൻ കഴിക്കട്ടെ. നമ്മുടെ അവിയൽ തന്നെ ആദ്യം ഒന്ന് ഫസ്റ്റ് കഴിച്ചു നോക്കാം. ആ കക്കായിട്ട് വെച്ചതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ വെറുതെ പറയല, കക്കായൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനൊന്ന് അവിയൽ ചോറ്. നമ്മളെല്ലാ കറിയും വെക്കത്തില്ലേ? കക്ക തീയൽ വെക്കും, കക്ക തോരൻ വെക്കും, പിന്നെ കക്ക റോസ്റ്റ് ചെയ്യും. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കക്കായിട്ട് അവിയൽ വെക്കുന്നത്. കക്കയുടെ ഇതെല്ലാം കൂടി ഇട്ടൊന്ന് ഇളക്കി കഴിച്ചു നോക്കാം. ചാളയും എല്ലാം ഉണ്ട് കേട്ടോ. ചാള വെള്ളത്തില്ല കേട്ടോ. അപ്പം ഞാനിതിന്ന് സമാധാനത്തിൽ നിന്നിരുന്ന് കഴിക്കട്ടെ. അപ്പം ഞാൻ ചോറൊക്കെ കഴിച്ച് മരുന്ന് കഴിച്ച് ഇങ്ങനെ ഇരിക്കുക. അപ്പം പെട്ടെന്ന് തന്നെ ചേട്ടന് കൊല്ലത്ത് വരെ പോകേണ്ടെന്ന് ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ആവശ്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ വള്ളം നമ്മൾ കോഴിക്കോട് പോകുന്നതിന് മുമ്പേ വള്ളം കരയ്ക്ക് കയറ്റി വെച്ചത്. വള്ളത്തിന് കുറേ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായിരുന്നു. വള്ളക്കേട്
അപ്പം വള്ളത്തിൻ്റെ കുറേ പലകകൾ ചീത്തയായിട്ടുണ്ടായിരുന്നു, ശംഖും അതും ഇതൊക്കെ പിടിച്ച്. അപ്പോൾ അത് വെള്ളം ഒന്ന് ഫ്ലൈവർ ചെയ്തെടുക്കാമെന്ന് ചോദിച്ചു. നമ്മളൊന്ന് ഇടയ്ക്കൊന്നൊരു പുട്ടി അടിച്ചിട്ടുണ്ടായിരുന്നു. പുട്ടി എന്ന് പറഞ്ഞാൽ ഏകദേശം അറിയും നമ്മുടെ മൺട്രോത്തുരത്ത്, പിന്നെ വെള്ളം ഉപയോഗിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ അത് ഞാൻ പറഞ്ഞ വെള്ളം അത് എന്തോ ഒരു മരുന്നല്ല, എന്തോ ഒരു സിമെൻറ്റ് പോലത്തെ ഒരു സാധനമാണ് അന്ന് പുട്ടി അടിക്കുന്ന കണക്ക് ചെയ്തത്. അപ്പോൾ അതും കുറച്ച് ചീത്തയായി ഇപ്പം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കോഴിക്കോട് പോയപ്പോൾ നമ്മൾ കരയ്ക്ക് വെച്ചിട്ടാണല്ലോ പോയത്. അപ്പോൾ ഇനി അത് ഫ്ലൈവർ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ, അല്ലാതെ വെള്ളം ശരിയാവത്തില്ല. എപ്പോഴും വെള്ളക്കയറ്റമാണ്, ചേട്ടന് പണിക്ക് കൊണ്ടുപോകുന്നതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ എന്നാൽ ഇനി അതിൻ്റെ പണി ചെയ്ത് തീർക്കാമെന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കൊല്ലത്ത് പോയിരിക്കുക. ഇനിയിപ്പോൾ വൈകുന്നേരമൊക്കെ ആവും വരെ ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് പോയാൽ ഇപ്പം ജങ്കാറൊക്കെ കിട്ടി തിരിച്ച് വരുമ്പോഴത്തേക്ക് ഒരു 5 മണിയെങ്കിലും ആവും. അപ്പോൾ അതാ കാര്യം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെയുള്ളൂ, പിന്നെ വേറൊന്നുമില്ല. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊന്നും ചെയ്യാൻ മറക്കല്ലേ ആരും. ഇതെല്ലാം ഒന്ന് ചെയ്തു തരണേ എനിക്ക്. അതുപോലെ തന്നെ എനിക്ക് സപ്പോർട്ട് കൂടി ഒന്ന് ചെയ്തു തരണം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ എങ്കിൽ ഞാൻ എന്നാലും ഒന്നുകൂടെ ഒന്ന് പറഞ്ഞതാണ്. അപ്പം നമ്മുടെ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അടുത്ത ദിവസം. അപ്പോൾ എല്ലാവർക്കും ബൈ.